ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാം ക്രാഫ്റ്റിംഗ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്ചേഴ്സൊക്കെ ഇടാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഹോം മെയ്ഡ് ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഞാൻ അതിന് ഒരു ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ്. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് ഗ്ലാസ് പെയിൻ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഔട്ട്ലൈനറാണ്. ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു കട്ടിയിൽ തന്നെ വരയ്ക്കാൻ നോക്കണം. കാരണം ഇതുകൊണ്ട് നല്ലൊരു ബാരിയർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണല്ലോ നമ്മൾ ഈ ഗ്ലാസ് പെയിൻ്റൊക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിനൊരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കുറച്ചൊരു കട്ടിയിലൊന്ന് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് വരയ്ക്കുന്നത്. ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസൈൻസൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡിസൈനൊക്കെ വരച്ചു. ഇത് ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. ഇത് മെറ്റാലിക് കളറും ഗ്ലിറ്റർ പൗഡറും കൂടി ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്തത് ഇത് ക്യാമറയിൽ കാണുന്നില്ല. അപ്പം ഞാനത് ഒന്നും കൂടി കാണിക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊരു ബോട്ടിലിൽ 3D ഔട്ട്ലൈനർ തന്നെ ഗോൾഡിൻ്റെ ഇതില്ലേ നമ്മൾ വാങ്ങിച്ചത് തന്നെയാണ്. അത് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ 3 ടൈപ്പിലൊന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു സോറി പറയാണ്. കാരണം ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് ആകെ ഒരു വീഡിയോയിൽ തീരെ ഒരു ക്ലാരിറ്റി കാണുന്നില്ല. അത് മഴക്കാരൊക്കെ വന്ന സമയത്ത് അത് ഞാൻ വീട്ടിൽ ലൈറ്റ് ഇട്ടു അങ്ങനെ എല്ലാം കൂടി ആയിട്ടൊരു കറക്റ്റായിട്ട് ചെയ്തതൊന്നും കാണാത്തത്. അപ്പം ഞാൻ ഈ ബോട്ടിലിൽ ഈ 3D ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് ഒരു 3 ലീഫ് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ബ്ലാക്ക് കളറും നമ്മൾ നേരത്തെ ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഗ്ലാസ് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരച്ച ഭാഗത്ത് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇളകി പോട്ടു. അപ്പോൾ ആ ഭാഗം തട്ടാത്ത രീതിയിലായിരിക്കണം നമ്മൾ ബാക്കി സൈഡൊക്കെ വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ബാക്കി സൈഡിലും കൂടെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ബോട്ടിലിൽ 3 ലീഫ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മേലെയുള്ള ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. മേലെയുള്ളത് നമ്മൾ ബ്ലാക്ക് കളർ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. പിന്നെ താഴെ നമ്മൾ ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനർ യൂസ് ചെയ്ത് ചെയ്തതാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കാണിക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്കതുപോലെ സ്റ്റോർ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ഒരു 2 മാസം വരെ നമുക്ക് നന്നായിട്ട് സ്റ്റോർ ചെയ്യാം. ആ കോണിൻ്റെ ടിപ്പിൽ ഒരു സെല്ലോ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള 3D ഔട്ട്ലൈനർ കൊണ്ടുള്ളതും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോം മെയ്ഡ് ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാക്കാൻ നമുക്കിവിടെ വൈറ്റ് ഗ്ലൂ ആണ് വേണ്ടത്. ഈ ഒരു ക്യാമലിൻ്റെ ഒരു വൈറ്റ് ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും വലിയൊരു പോട്ടിൽ 40 റുപ്പീസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് ഗ്ലൂ ആണ് ഇതിനാവശ്യം. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുണ്ടാവും. ഈ ഒരു വൈറ്റ് ഗ്ലൂ ഞാൻ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാനുള്ളൊരു ട്രേയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ബാക്കിലുള്ള ഒരു സ്പോഞ്ചിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രോപ്പ് വെള്ളമാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു 2-3 ഡ്രോപ്പ് അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ അതിൻ്റെ ഗ്രീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് വേറെ. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഞാൻ ഫുഡ് കളറാണല്ലോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഈ സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു കളറുമാണ്. ഈ സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു കളറ് ഈ ഗ്ലൂവിൽ വരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് ഒരു റൂട്ടൊക്കെ വരുന്ന പോലെയാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് അത് കാണാനും. അപ്പോൾ ഞാൻ ഇതിൽ പെയിൻറ്റ് ചെയ്ത ശേഷമാണ് ഞാൻ ഗ്ലൂ ഒഴിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലൂവും കൂടെ ഒഴിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ഡിസൈന് കാണാനും. എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ഒരു കളർ ആ ഗ്ലൂവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ചെയ്തത് നമ്മൾ ഫുഡ് കളർ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ള ഒരു ഗ്രീൻ കളറും ബാക്കിയെല്ലാം നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന യെല്ലോ കളർ നമ്മൾ വൈറ്റ് ഗ്ലൂവിൽ തന്നെ ഫുഡ് കളറിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല മിക്സിങ് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒന്ന് കാണിക്കാം. വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്തിട്ട് ഓറഞ്ച് റെഡ് കളറാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കളർ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്യണം. ആ ഒരു പൗഡറൊക്കെ നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ആകുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പം നമ്മൾ 6 കളർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഓറഞ്ച് റെഡാണ്. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള യെല്ലോ കളറാണ്.
ഇനി ഇത് നമുക്ക് ഈ ബോട്ടിലേക്കൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള ഒരു 3 ലീഫിൻ്റെ ഒരു ഡിസൈനുള്ള ബോട്ടിലാണ്. നല്ല ഭംഗിയിട്ടിട്ട് ആ ഒരു ഡിസൈന് ആ 3D ഔട്ട്ലൈനറൊക്കെ വെച്ച് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഇതിലേക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അധികം ഇങ്ങനെ കുറച്ചൊരു ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, ബ്രഷ് കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്യാതെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഈ ബോട്ടിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത്. നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ പറ്റുന്നുണ്ട്, നല്ല കളറൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈയൊക്കെ ടച്ച് ചെയ്തിട്ട് ആകെ അത് വൃത്തികേടായി പോകില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് നമ്മൾ ഒന്ന് ഇളകാത്ത രീതിയിലൊന്ന് വെക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു കളറ് കാണാനും, ആ ഒരു ഗോൾഡിൻ്റെ ഒരു ഡിസൈനും നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫാണ്. അപ്പോൾ അതിൽ ആ ഒരു ബ്ലൂ കളർ കൊണ്ട് വന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിനി അടുത്ത ബോട്ടിലൊന്ന് ചെയ്തിട്ട് നോക്കുകയാണ്. അങ്ങനെ ഇതിലേക്കും ഞാൻ ആ ഒരു ഫ്ലവറിനൊക്കെ ആ ഒരു പിങ്ക് കളർ നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു കളറില്ലേ, അപ്പോൾ അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ആ കളറ് നമ്മൾ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഔട്ട്ലൈനർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് തന്നെ ആയിരിക്കണം. കാരണം അതിലൊരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ മറ്റേ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആകെ സ്പ്രെഡായിട്ട് പോകും. നമ്മൾ എല്ലാ പെറ്റലിനും ഒരു കളർ തന്നെയാണ് കുഴപ്പമില്ല. നമ്മൾ പെറ്റലിനൊക്കെ പല കളേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങ് ടച്ച് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, ആ ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഗ്രീനിലേക്ക് നമ്മൾ ആ ഒരു പെയിൻറ്റ് സ്പ്രെഡായിട്ട് പോകും. അത് മാത്രം നമ്മൾ ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കുന്നില്ല, അപ്പോൾ ആ ഭാഗത്തുള്ള ആ ഒരു ഡിസൈൻസിൽ വേണ്ട കളേഴ്സൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ലീഫിനൊക്കെ ഗ്രീൻ, അതുപോലെ ആ ഒരു ഫ്ലവറിന് പിങ്കൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ബഡില്ലേ, അതിന് ഞാനൊരു റെഡ് കളർ, നമ്മളൊരു ഓറഞ്ച് റെഡില്ലേ, ആ ഒരു റെഡ് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. ആ ഒരു ടൈമിലേക്ക് ആദ്യം നമ്മൾ ആ ഒരു ബോട്ടിൽ ബ്ലൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത ഒരു ലീഫിന് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ഈ ഒരു ലീഫ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ അടുത്ത ലീഫിനും കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ താഴെ വെക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇത് മൂന്നും നമ്മൾ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്നിൽ പിങ്ക്, ഒന്നിൽ ബ്ലൂ, ഒന്നിൽ ഗ്രീന് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കളറൊക്കെ കാണാൻ, 3 കളറും കൂടെ. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ആ ഒരു ടൈമിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ, ആ ബാക്കി ഭാഗം കൂടെ ഒന്ന് നമ്മൾ കളർ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബഡ്സിന് നമ്മൾ റെഡ് കൊടുത്തു. പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടായിരുന്നല്ലോ, അതിന് ഞാൻ യെല്ലോ കളറും കൂടെ ഒന്ന് കൊടുക്കുകയാണ്. ബാക്കി നമ്മൾ കുറച്ച് ഭാഗത്തൊക്കെ ലീഫിനും കൂടെ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ കളറൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് അപ്പോൾ ആ ബോട്ടിൽ ഫുള്ളായിട്ടുള്ള ഡിസൈനിലൊക്കെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ഇവിടെ നമ്മൾ ഈ ഹോം മെയ്ഡ് ഗ്ലാസ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്ലിയർ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ഇനി വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിന് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു കളർ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലിയർ ഗ്ലൂവിൽ ഈ ഒരു സ്കെച്ച് പെൻ ആഡ് ചെയ്തു, ഇതിൽ നമ്മൾ വൈറ്റ് ഗ്ലൂവിലും നമ്മൾ ആഡ് ചെയ്തു. ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് നിങ്ങൾക്ക് ഞാനൊരു ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ക്ലിയർ ഗ്ലൂവിൽ നമ്മൾ സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അത് ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഒരു പകുതി ഭാഗത്തോളൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ബാക്കി ഭാഗം നമ്മൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് പെയിൻറ്റ് കൊണ്ടുള്ളതൊന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അത് ഡ്രൈ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷാഫിയ, ഷാമില, നൗറി, ഫിസ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡിൽ ക്ലിയർ ഗ്ലൂ, പിന്നെ മറ്റേ സൈഡിൽ നമ്മൾ ഫെവിക്കോളും കൂടെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിട്ടുണ്ട്, ഒരു ബ്ലൂ, ഒരു സീഡ് ഒരു കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗമല്ലേ ഞാൻ കാണിക്കുന്നത്, ഈ ഒരു ഭാഗം നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. മറ്റേ ഭാഗം നമ്മൾ ക്ലിയർ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ഗ്ലൂവിൻ്റെ ഫെവിക്കോളിൻ്റെ ആ ഒരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ യെല്ലോ കളറിന് പകരം ഞാൻ ആദ്യം പിങ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാനത് മാറ്റി യെല്ലോ തന്നെ ആക്കിയത്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഇവിടെ റെഡിയായി. ഇതിൽ 1-2 പ്രശ്നങ്ങളൊക്കെ പറ്റി എന്താണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈ ആയെന്ന് നോക്കാൻ വേണ്ടി പോയ സമയത്ത് എല്ലാം കൂടെ അങ്ങ് ഒലിച്ചിറങ്ങി ആകെ വൃത്തികേടായി പോയിട്ടുണ്ടായിരുന്നു. ആ മേലുള്ള ഗ്രീനും പിങ്ക് എല്ലാം കൂടെ ആ ഒരു ബ്ലൂയിലേക്ക് അല്ലെങ്കിൽ യെല്ലോയിലേക്കൊക്കെ വന്നിട്ട് അതാകെ സ്പ്രെഡായിട്ട് വൃത്തികേടായി പോയിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലൂസായതായിരുന്നു അങ്ങനെ ഒലിക്കാൻ കാരണം. പിന്നെ ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഒന്ന് 2-3 കോട്ട് അടിച്ചപ്പോഴാണ് ഇത് റെഡി ആയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലൂ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അളവിലാണല്ലോ. അപ്പോൾ അതിലേക്ക് 2 ഡ്രോപ്പൊക്കെയാണ് നമ്മൾ ഫുഡ് കളറും അതുപോലെ സ്കെച്ചിൻ്റെ ഒരു കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലൂസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണത്. നമ്മൾ ഫുഡ് കളറിൻ്റെ പൗഡർ അല്ലെങ്കിൽ ജെൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു കുഴപ്പമില്ല. പക്ഷേ ലിക്വിഡ് ഫുഡ് കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അധികം തന്നെ നമ്മൾ ഗ്ലൂ എടുത്തിട്ട് അതിലേക്ക് 1 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്താൽ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ബോട്ടിൽ ഞാൻ ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനർ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഭയങ്കര സിമ്പിളാണത്. നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ അവർ മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്ലൈനറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ഒരു ഗോൾഡൻ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണിത്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നല്ലൊരു റോയൽ ലുക്ക് കിട്ടുന്ന ഒരു ബോട്ടിലാണത്. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനറും ഹോം മെയ്ഡ് ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ബോട്ടിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ക്ലിയർ ഗ്ലൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളും യൂസ് ചെയ്യാം. ഇങ്ങനെ ചെറിയൊരു ഡിസൈനായിട്ട് കാണുമെന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സ് അയച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.